ഹലോ വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓഫ് സിയാദ ഫാബ്രിക് സ്റ്റോർ. ഇന്ന് നമ്മൾ ഫാബ്രിക്സിൻ്റെ ഒരു വീഡിയോ ആണ് കാണുന്നത്. ഡയബിൾ ഫാബ്രിക്സിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേഷൻ നമുക്ക് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു ബ്രൈഡൽ പാർട്ടി വെയർ ലെഹങ്ക അല്ലെങ്കിൽ അനാർക്കലി സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഹെവി ആയിട്ടുള്ള ഒരു ഡയബിൾ ജോർജറ്റ് ഫാബ്രിക് ആണ് കാണിക്കുന്നത്. ഫുള്ളി സീക്വൻസ് വർക്ക് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഫാബ്രിക്കാണ്. നല്ല ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വർക്കും എംബ്രോയ്ഡറിയുമാണ് ഇതിൽ ഫുൾ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഹൈലൈറ്റ് ആയിട്ട് താഴെ ഇതുപോലെ തിക്കായിട്ടുള്ള ഒരു ബോർഡർ പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡയബിളാണ്. സോ നമുക്ക് ഇഷ്ടമുള്ള കളർ ഷെയ്ഡിലേക്ക് ആക്കാം. ഡബിൾ ടോണിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കാണാൻ. ഇത് ഒരുപോലെ തന്നെ ലെഹങ്കയ്ക്കും അനാർക്കലിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കാണ്. സോ അടുത്ത വെഡ്ഡിങ് സീസണിലേക്ക് ഇങ്ങനെയുള്ള ഫാബ്രിക്സ് നോക്കുന്നവർ ഇത് ചെക്കൗട്ട് ചെയ്യുക. അടുത്ത് വരുന്നത് പ്യുവർ ഓർഗൻസ ബേസിലാണ്. ഒരു കട്ട് വർക്ക് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സിംഗിൾ സൈഡിലാണ് നമുക്ക് ഈ ഒരു കട്ട് വർക്ക് ബോർഡർ വരുന്നത്. ഒരു 5 to 6 ഇഞ്ചസിൻ്റെ വീതിയിലാണ് വന്നിട്ടുള്ളത്. നമുക്കിത് സാരിക്കായിരിക്കും നല്ലൊരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ നമുക്ക് സ്കേർട്ട് ആൻഡ് ടോപ്പ് അല്ലെങ്കിൽ സൽവാറിന് എല്ലാത്തിനും യൂസ് ചെയ്യാം. സോ ആ കട്ട് വർക്ക് നമുക്ക് ഈ ഒരു ബോർഡറിൽ ഇങ്ങനെയാണ് വരുന്നത്. മുകളിലേക്ക് ഒരു ലീഫ് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. കുഞ്ഞ് സീക്വൻസ് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതും ഡയബിൾ തന്നെയാണ്. സോ ഒരു പേസ്റ്റൽ ടോണിലൊക്കെ നമുക്ക് ഈ സാരി ഡൈ ചെയ്തൊക്കെ യൂസ് ചെയ്താൽ നല്ലൊരു ഓപ്ഷനാണ്. വെഡ്ഡിങ്ങിനൊക്കെ നമുക്ക് പറ്റുന്നൊരു ഫാബ്രിക്കും കൂടെയാണ്. അടുത്തത് വന്നിട്ടുള്ളത് ജോർജറ്റ് ബേസ് ആണ്. അതിൽ മൾട്ടി കളർ സീക്വൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു മസ്റ്റേർഡ് ടോൺ ഉണ്ട്, ഒരു ആഷ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, അങ്ങനെ മൾട്ടി കളറായിട്ടുള്ള സീക്വൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ലീഫ് ഫ്ലോറൽ പാറ്റേൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഡൈ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീക്വൻസിൻ്റെ കളേഴ്സ് അതുപോലെ തന്നെ റീറ്റെയിൻ ചെയ്യും. ജസ്റ്റ് ഫാബ്രിക്കിൻ്റെ കളറായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡിലേക്ക് മാറുക. അപ്പോൾ ഇതും നമുക്കൊരു ഓണം ഔട്ട്ഫിറ്റായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഫാബ്രിക് കൂടെയാണ്. നമുക്കൊരു അനാർക്കലി അല്ലെങ്കിൽ സ്കേർട്ട് ആൻഡ് ടോപ്പൊക്കെ നമുക്കിതിൽ വേണമെങ്കിൽ ഡൈ ചെയ്യാതെ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അതിൻ്റെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് അടുത്തത്. അതും ജോർജറ്റാണ് ബേസ് വരുന്നത്. അത്രത്തോളം ഫില്ലിംഗ് ഇല്ലാതെ കുറച്ച് കൂടെ ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്തും അതുപോലെ തന്നെ മൾട്ടി കളർ സീക്വൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫാബ്രിക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിതൊരു ചർച്ച് വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അങ്ങനെയുള്ള ഓപ്ഷൻസിനും ഇത് പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് വേണമെങ്കിൽ യോക്ക് പോർഷനിലേക്ക് മാത്രമായിട്ട് കൊടുക്കാം. ഇത് യോക്കിലേക്ക് കൊടുത്തിട്ട് താഴത്തേക്ക് നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ ജോർജറ്റ് കൊടുക്കാം. അതും ഇവിടെ അവൈലബിൾ ആണ്. സോ അങ്ങനെ കിഡ്സിനൊക്കെ പറ്റുന്ന ഓപ്ഷൻസ് നമുക്ക് ഈ ഒരു ഫാബ്രിക്കിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിതുപോലത്തെ ഫാബ്രിക്സ് ഇവിടെ ഉണ്ട്. സോ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. നമുക്കിത് മീറ്റർ കട്ടിങ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഫാബ്രിക്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഔട്ട്ഫിറ്റ് കസ്റ്റമൈസ് ചെയ്യാനും നമ്മൾ റെഡിയാണ്. താഴെയുള്ള വാട്സപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. താങ്ക് യു.